നമസ്കാരം. ജ്യോതിഷലോകം ഒന്നാകെ കാത്തിരിക്കുന്ന മഹാശനിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മാർച്ച് മാസത്തിലാണ് സംഭവിക്കുക. മാർച്ച് മാസത്തിൽ ഗ്രഹങ്ങളുടെ ഗതികൾക്ക് നിർണായകമായ മാറ്റങ്ങളാണ് സംഭവിക്കാനുള്ള സാധ്യത. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ, ഇനി ലഭിക്കാത്തതായ ഭാഗ്യങ്ങളും പുരോഗതിയും ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. സൂര്യനും ശനിയും തുടങ്ങിയ നിരവധി ഗ്രഹങ്ങൾ ഈ കാലയളവിൽ രാശിമാറ്റം നടത്തുന്നുമുണ്ട്. ഈ രാശിമാറ്റത്താൽ, ശനിയുമായി ബന്ധപ്പെട്ട ഈ ഗ്രഹമാറ്റത്താൽ സംഭവിക്കാൻ പോകുന്ന ആ ശുഭകരമായ കാര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ മേടം രാശിയിൽ വരുന്നു. മാർച്ചിൽ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ സംഭവിക്കാൻ പോകുന്ന മാസമായി തന്നെ പരാമർശിക്കാം. സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ധീരമായ നടപടികൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തിക നേട്ടങ്ങളിലേക്കും ലാഭത്തിലേക്കും നയിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏതെങ്കിലും ധനപരമായ പ്രയാസങ്ങൾ, കഷ്ടതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അത് കുടുംബവുമായി ബന്ധപ്പെട്ട പിന്തുണയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എല്ലാ കാര്യങ്ങളിലും ഇത്തരം അനുകൂലമായ കാര്യങ്ങൾ, നിലപാടുകൾ പല വ്യക്തികളും നിങ്ങൾക്ക് എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശ യാത്രകൾക്ക് പോലും കാര്യങ്ങൾ അനുകൂലമാകാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ, ധനസ്രോതസ്സുകളിലൂടെയാണ് എങ്കിലും വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എടുത്തുചാട്ടവും മുൻകോപവും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏവരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. സ്വയം ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മാർച്ച് മാസം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ്. ഈ സമയം വളരെ അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും ജീവിതത്തിൽ വിജയത്തിനായി കൂടുതൽ പരിശ്രമം ആവശ്യമാണ് എങ്കിൽ പോലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കഠിനാധ്വാനം ചെയ്യുകയും ആ കഠിനാധ്വാനത്തിന് അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ലാഭവും പുരോഗതിയും നേടുവാനുള്ള, കൈവരിക്കുവാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. പിതൃ സ്വത്തുക്കളും പാരമ്പര്യ സ്വത്തുക്കളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ അത്തരം കാര്യങ്ങളിൽ ചില അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. വിജയ സാധ്യതകൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതായ സമയമാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാനും ധീരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കർക്കിടകം. കർക്കിടകം രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് പൊതുവിൽ ഈ സമയം, അതായത് മാർച്ച് മാസം, അനുകൂലമായ സാഹചര്യങ്ങൾ, പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു.
കരിയറുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം മികച്ചതായ അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടോ അപ്രതീക്ഷിതമായ നേട്ടങ്ങളായോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഗുണകരമായി തീരുന്ന സമയമാണ് പൊതുവിൽ മാർച്ച് മാസം. വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല വഴികളിലൂടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. സഹായമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഉന്നതരായ പല വ്യക്തികളുമായും സ്വാധീനം, ബന്ധങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ സാമ്പത്തിക സ്ഥിതി അനുകൂലമായി സ്വാധീനിക്കുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി അനുകൂലമാക്കുവാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. ആത്മാർത്ഥമായ പരിശ്രമം പല കാര്യങ്ങളിലും ജീവിതത്തിലേക്ക് കടന്നു വരാം. കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാകുന്നു. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. വിജയ സാധ്യത നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായോ ബിസിനസ് പരമായോ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു. വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ധനപരമായ വർധനവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഒരിക്കലും മുൻകോപം പാടുള്ളതല്ല. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഭൗതികമായ സുഖങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു. വ്യക്തിപരമായ പല ആഗ്രഹങ്ങളും നിറവേറുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അനുകൂലമായ വിവാഹാലോചനകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. പ്രണയ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം പ്രത്യേകിച്ചും ഗുണകരമായ മാറ്റങ്ങൾ കടന്നു വരാം. മേലധികാരികളുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകരുടെ പിന്തുണ ആർജിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. വിദേശത്താണ് എങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു.